ശബരിമലയിലെ പഴയ കൊടിമരം കോൺക്രീറ്റ് കൊടിമരമായിരുന്നുവെന്ന് 2 പേർക്കറിയാമായിരുന്നുവെന്ന് ശബരിമല മുൻ PRO മധു മണിമല കൈരളി ന്യൂസിനോട് പറഞ്ഞു. അറിയാവുന്ന ആ 2 പേരിൽ ഒരാൾ കണ്ഠര് രാജീവരും മറ്റൊരാൾ എഴിക്കോട് ശശി നമ്പൂതിരിയുമായിരുന്നു. ഇത് തുറന്നു പറഞ്ഞ ശശി നമ്പൂതിരിയെ തന്ത്രി ഭീഷണിപ്പെടുത്തിയതായും മധു മണിമല കൈരളി ന്യൂസിനോട് വ്യക്തമാക്കി. അവസരമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് രാജീവിനടുത്ത് നിന്നു ശ്രീകോവിൽ അഭിമുഖമായിട്ട് പറയാറുള്ളത് കൈമാറുന്നു. അജയ് തറയിൽ അടുക്കലുണ്ട്, രാഘവൻ മെമ്പർ തൊട്ടപ്പുറമുണ്ട്. അജയ് തറയിലിരുന്ന് തൊട്ടു ഈ വാജിവാനം കൈമാറും. അജയ് തറയിലെ പടവും ചിത്രത്തിലുണ്ട്. ഞാനും മുല്ലക്കൽ ശശിയും സജീവ് ശാസ്ത്രവും തൊട്ടപ്പുറം നിൽപ്പുണ്ട്. എൻ്റെ സുഹൃത്തുക്കളാണ് അവർ. പറയാം, ഈ വാജിവാനം അന്ന് അവിടെ നിന്ന് കൊണ്ടുപോയി. അന്ന് ഈ വാജിവാനം കൊണ്ടുപോയി ഞങ്ങൾ തന്ത്രിമുറി ചെന്ന് ഈ വാജിവാനത്തെ തൊട്ട് തൊഴുതു. കാരണം നമ്മൾ ശബരിമല ചെല്ലുമ്പോൾ എപ്പോഴും കൊടിമരത്തിന് മുകളിലോട്ട് നമ്മൾ തൊഴാറുണ്ട്. ആ വാജിവാനം താഴെ വന്നപ്പോൾ അവർ കൗതുകം കൊണ്ട് നമ്മൾ തന്ത്രിമുറി പോയി ഞങ്ങൾ അത് തൊട്ട് തൊഴുതു. പിന്നെ നമ്മൾ ഈ കാര്യം അങ്ങ് വിട്ടു. കാരണം പറയിറക്കി, അഷ്ടദിക് പാലയിറക്കി, എല്ലാം അവിടെ നിന്ന് മഹസർ എഴുതി തൂക്കം നോക്കി അവിടെ കിഴക്കോട്ടൊരു മേശയും കസേരയും കൊണ്ടിട്ട് അവിടെ ഇരുന്നാണ് എല്ലാം എഴുതുന്നത്. സനോജ് സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ് ഞങ്ങളുടെ പ്രതിനിധി. സനോജ്, SITയുടെ കണ്ടെത്തൽ ശരിവെക്കുന്നു. കോൺക്രീറ്റ് തൂണ് കോൺക്രീറ്റ് കൊടിമരം എങ്ങനെയാണ് ഉറുമ്പരിക്കുന്നത്, ചിതലരിക്കുന്നത് എന്ന ചോദ്യം ആദ്യം മുതൽ തന്നെ ഉയർന്നതാണ്. ഇപ്പോൾ SITയുടെ കണ്ടെത്തലുകൾ ശരിവെക്കുന്ന തരത്തിലേക്കാണ് മധു മണിമലയും വ്യക്തമാക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയത്? വിവരങ്ങളിലേക്ക് പോയാൽ അജിംഷാദ്, ഈ മധു മണിമല അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിൻ്റെ മുൻ PRO കൂടിയാണ്. അദ്ദേഹം ദീർഘകാലമായി ശബരിമലയുമായി അടുത്ത് ഇടപഴകുകയും ബന്ധപ്പെടുകയും ചെയ്യുന്ന ആളാണ്. നമുക്ക് 2017 ശബരിമലയിലെ പഴയ കൊടിമരം മാറ്റി പുതിയ കൊടിമരം പ്രതിഷ്ഠിക്കപ്പെടുന്നത്. അപ്പോൾ ദേവപ്രശ്നത്തിൽ 2014 ദേവപ്രശ്നത്തിൽ ഈ കൊടിമരത്തിന് ജീർണത ബാധിച്ചുവെന്നും ചിതലരിച്ചുവെന്ന തരത്തിൽ ദേവപ്രശ്നമുണ്ടായിരുന്നുവെന്നും അതിനാൽ കൊടിമരം പുനഃപ്രതിഷ്ഠിക്കണമെന്നുള്ളതാണ് ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയത് എന്നുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2017 ഈ കൊടിമരം മാറ്റുന്നത്. പക്ഷേ ഈ കൊടിമരം പഴയ കൊടിമരം തടിയായിരുന്നു എന്നാണ് പ്രചരിപ്പിക്കപ്പെട്ടത്. പക്ഷേ അത് തടിയായിരുന്നില്ല, അത് കോൺക്രീറ്റ് കൊടിമരമായിരുന്നു എന്നുള്ളതാണ്. ആ കോൺക്രീറ്റ് കൊടിമരമാണ് എന്നുള്ളത് 2 പേർക്കാണ് അറിയാമായിരുന്നത്. ഒന്ന് എഴിക്കോട് ശശി നമ്പൂതിരിയും ഒപ്പം തന്നെ മറ്റൊരാൾ കണ്ഠര് രാജീവരും. അപ്പോൾ ഈ കൊടിമരത്തിൻ്റെ ഈ മുൻ ശബരിമല മേൽശാന്തി കൂടിയാണ് എഴിക്കോട്. അദ്ദേഹം 1970 പഴയ കൊടിമരം സ്ഥാപിക്കുന്നത്. അപ്പോൾ 1970 ഈ കൊടിമരം സ്ഥാപിക്കുന്നുവെന്ന് അന്ന് ആകാശവാണിയിലൂടെ അദ്ദേഹം ഒരു വാർത്ത കേൾക്കുകയും ആ വാർത്ത കേട്ട് ചങ്ങനാശ്ശേരിയിൽ ചേർത്തലയിൽ അന്ന് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന ഈ നമ്പൂതിരി അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ വന്നാൽ ചങ്ങനാശ്ശേരിയിൽ നിന്നും പ്രത്യേക വാഹനം ക്രമീകരിച്ചിട്ടുണ്ട് എന്നറിഞ്ഞ് അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ വരികയും അവിടെ നിന്ന് പിന്നീട് ആ വാഹനത്തിൽ പോയി ചാലക്കയത്തിറങ്ങി ചാലക്കയത്തു നിന്നും ശബരിമലയിലേക്ക് പോയി അന്ന് ഈ കൊടിമരം സ്ഥാപിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. വിദ്യാർത്ഥിയായിരുന്നു നമ്പൂതിരി. പിന്നീട് അദ്ദേഹം ശബരിമല മേൽശാന്തിയായി മാറുന്ന സാഹചര്യമുണ്ടായി. അപ്പം ഈ കൊടിമരം സ്ഥാപിക്കപ്പെട്ട 1970 അന്ന് സാന്നിധ്യമായി ഉണ്ടായിരുന്ന ഇദ്ദേഹത്തിന് ഈ കൊടിമരം കോൺക്രീറ്റ് കൊടിമരമാണെന്ന് അറിയാമായിരുന്നു. അപ്പോൾ ശബരിമലയിലെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന വേളയിൽ തന്ത്രിയോട്, കണ്ഠര് രാജീവരോട് ഈ കൊടിമരം തടിയല്ല, ഇത് കോൺക്രീറ്റാണ് എന്ന് പറയുമ്പോൾ താങ്കൾക്ക് അറിയത്തില്ലാത്ത കാര്യം ചുമ്മാ പറഞ്ഞ് പ്രചരിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ഈ തന്ത്രി കണ്ഠര് രാജീവര് ശശി നമ്പൂതിരിയെ ശാസിക്കുകയായിരുന്നു. അതായത് ഈ കാര്യം ബോധ്യമുള്ള ശശി നമ്പൂതിരി, മേൽശാന്തിയായ ശശി നമ്പൂതിരി ഈ കാര്യങ്ങൾ പറയുമ്പോൾ അത് കോൺക്രീറ്റ് ആണ്, അത് ചിതലരിക്കില്ല എന്ന് പറയുമ്പോൾ ഭീഷണിപ്പെടുത്തി തന്ത്രി അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുകയാണ് അല്ലേ? അതാണ് മധു മണിമല പറഞ്ഞത്. തീർച്ചയായിട്ടും. അതായത് ഈ കൊടിമരം 1970 സ്ഥാപിക്കപ്പെടുമ്പോൾ അന്ന് സ്ഥാപിക്കപ്പെട്ട ആ ചടങ്ങിൽ പങ്കെടുത്ത പല ആളുകളും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടാവില്ല. ഈ കണ്ഠര് രാജീവർക്ക് പോലും അതിനെ സംബന്ധിച്ചൊരു ബോധ്യമുണ്ടാവില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മകന്മാരൊക്കെയാണ് ആ ചടങ്ങിൽ അന്ന് പങ്കെടുത്തിരുന്നത്. അപ്പോൾ അന്നൊരു വിദ്യാർത്ഥിയായിരുന്ന, ഒരു വിശ്വാസിയായിരുന്ന, അയ്യപ്പമത വിശ്വാസിയായിരുന്ന ഈ നമ്പൂതിരി അദ്ദേഹം ഈ ആകാശവാണിയിലെ പരസ്യം കേട്ടിട്ടാണ് ശബരിമലയിലേക്ക് പോകുന്നത്. അപ്പോൾ അന്ന് ഈ കൊടിമരം പ്രതിഷ്ഠിക്കപ്പെടുന്ന വേളയിൽ അദ്ദേഹം സാന്നിധ്യമായി ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ പഴയ കൊടിമരം കോൺക്രീറ്റ് കൊടിമരമാണെന്ന ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെ കോൺക്രീറ്റ് കൊടിമരം ആയതുകൊണ്ട് തന്നെ അത് ജീർണിക്കുകയില്ല എന്നും ചിതലരിക്കുകയില്ല എന്നും ബോധ്യമുണ്ടായിരുന്ന അദ്ദേഹം 2014 ദേവപ്രശ്നം പറ്റിയ വേളയിൽ പറഞ്ഞു, എങ്ങനെയാണ് കോൺക്രീറ്റ് കൊടിമരം ചിതലരിക്കുക, ഇത് കോൺക്രീറ്റ് കൊടിമരമല്ലേ എന്ന് പറയുമ്പോൾ കണ്ഠര് രാജീവർ തൊട്ടടുത്തതുണ്ട്. അറിയാത്ത കാര്യത്തെക്കുറിച്ച് പറയല്, അല്ല അത് അറിഞ്ഞത് മനസ്സിലിരുന്നോണം, ആരോടും പറഞ്ഞേക്കരുത് എന്ന് പറഞ്ഞ് ശാസിക്കുകയായിരുന്നു. ഈ കൊടിമരമാണ് പിന്നീട് ജീർണിച്ചു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇത് പുനഃസ്ഥാപിക്കപ്പെടുന്നത്, പുനഃപ്രതിഷ്ഠിക്കപ്പെടുന്നത്. അന്ന് വാജിവാഹനം എന്ന് പറയപ്പെടുന്നത്
ഈ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ആ വാജിവാഹനം, മുകളിലിരുന്ന വാജിവാഹനം താഴേക്കിറക്കുന്നു. താഴേക്കിറക്കിയപ്പോൾ അന്ന് ഹൈക്കോടതി നിരീക്ഷകനായിരുന്നു. അപ്പം ഈ കണ്ഠരര് രാജീവർ പറയുകയാണ്, ഈ വാജിവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ്. അതായത് എനിക്ക് അവകാശപ്പെട്ടതാണെന്നുള്ളതല്ല, തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് കണ്ഠരര് രാജീവർ പറയുമ്പോൾ അന്ന് കുറുപ്പായിരുന്നു ഹൈക്കോടതി നിരീക്ഷകൻ. ഇപ്പോൾ ഹൈക്കോടതി നിരീക്ഷകനായിരുന്നു കുറുപ്പ്. തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ വാജിവാഹനം തന്ത്രിക്ക് നൽകാം. അപ്പോൾ ഇത് മകസറയിൽ രേഖപ്പെടുത്തുകയോ ഒന്നുമില്ലാതെ അന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ്. അപ്പോൾ ഈ കുറുപ്പ് പറഞ്ഞ പ്രകാരം പ്രയാറും കുറുപ്പും പരസ്പരം അങ്ങോട്ട് നോക്കുന്നു. അജയ് തറയിൽ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. മുകളിൽ നിന്ന് വാജിവാഹനം താഴേക്ക് ഇറക്കിയപ്പോൾ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് മുകളിൽ നിന്ന് വാജിവാഹനത്തെ തൊട്ടുതൊഴാൻ വേണ്ടിയുള്ള ഒരു അവസരമായി അവരൊക്കെ അത് തൊട്ടുതൊഴുതു. അങ്ങനെ ഈ വാജിവാഹനം പിന്നീട് തന്ത്രിയെ ഏൽപ്പിക്കുന്നു. തന്ത്രിയെ ഏൽപ്പിച്ച ഈ വാജിവാഹനം ഈ മധുമണിമല SITക്ക് കൊടുത്ത മൊഴി പ്രകാരം 3 മാസങ്ങൾ മുമ്പ് ഹൈദരാബാദിൽ നിന്നും ഒരാൾ വിളിക്കുകയാണ് മധുമണിമലയെ. ഈ വാജിവാഹനം എവിടെ കിട്ടുമെന്ന് അദ്ദേഹം അന്വേഷിക്കുന്നു. അങ്ങനെ വാജിവാഹനം ഒരിടത്തും കിട്ടുകയില്ല, കാരണം ഇത് കൊടിമരത്തിൻ്റെ മുകളിലുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹൈദരാബാദിലൊരു വ്യവസായിയുടെ വീട്ടിൽ ശബരിമലയിലെ വാജിവാഹനം ഇരിപ്പുണ്ട്. ആ വാജിവാഹനം ഭയങ്കര ശോഭയുള്ള ആണ്, ആ പൂജിക്കുന്ന പൂജാമുറിയിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ ഈ മധുമണിമലയ്ക്ക് സംശയം തോന്നി. അങ്ങനെ മധുമണിമലയ്ക്ക് സംശയം തോന്നിയപ്പോൾ മധുമണിമല ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണറായിട്ടുള്ള ആളോട് വിളിച്ചന്വേഷിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഇത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മകസറിൽ ഈ വാജിവാഹനം രേഖപ്പെടുത്തിയിട്ടില്ല. വാജിവാഹനം വിശ്വാസപരമായിട്ട് മധുമണിമല പറയുന്നത് വിശ്വാസപരമായിട്ട് ഈ വാജിവാഹനം തടി കൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ ദഹിപ്പിക്കണം വിശ്വാസപരമായി. ഇനി കോൺക്രീറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ അത് പുഴയിൽ ഒഴുക്കണം, തിരിച്ച് ലഭിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ പുഴയിൽ ഒഴുക്കണം. അത് ലോഹം കൊണ്ടാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് എങ്കിൽ ആ ലോഹം ഉരുക്കി മറ്റ് ദേവന് വേണ്ടിയുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണം. പക്ഷേ ഇത് ലോഹം കൊണ്ടുള്ള ഒരു വാജിവാഹനമായിരുന്നു. ആ വാജിവാഹനം തന്ത്രി, അതായത് ഇത് ജഡം ബാധിച്ചു എന്നുള്ള വിശ്വാസപ്രകാരം, അതായത് വർഷങ്ങളായി ഒരു കൊടിമരത്തിലിരുന്ന ആ കൊടിമരത്തിൽ നിന്നും വാജിവാഹനം താഴേക്ക് ഇറങ്ങുമ്പോൾ അത് ജഡമായി മാറും. അതൊരു കാരണവശാലും പൂജിച്ചുപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ആ വാജിവാഹനം വ്യക്തമാണ്. മധു മണിമല കാര്യങ്ങൾ SITയുടെ കണ്ടെത്തൽ ശരിവെക്കുന്നതിലേക്ക് നയിക്കുന്നതാണ്. സമഗ്രമായ വിവരങ്ങളാണ് സനോജ് സുരേന്ദ്രൻ അവിടെ നൽകുന്നത്.